നമ്മുടെ ആത്മീയ വാത്സല്യവാൻ ശ്രീ സജി കെ ഏലിയാസിനും കുടുംബത്തിനും ഇന്നത്തെ സ്വിച്ച് ഓൺ കർമ്മത്തിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയ കലാകാരന്മാർക്കും വിശിഷ്ടാതികൾക്കും സാങ്കേതിക പ്രവർത്തകർക്കും സ്നേഹിതർക്കും നന്മ നിറഞ്ഞ സുപ്രഭാതം. പ്രിയരെ, ആർഷ ഭാരത സംസ്കാരത്തിൽ കലകളോടും കലാകാരന്മാരോടും ആദരവും സ്നേഹവും ആരാധനയും പുലർത്തുന്ന പാരമ്പര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സമൂഹ നന്മയെ ലക്ഷ്യമാക്കി പ്രകൃതിയുമായി സമരസപ്പെട്ടുകൊണ്ട് കലയും സംസ്കാരവും ഇടകലർന്നുള്ളതായ കലാസൃഷ്ടികൾ നൽകുന്ന ആഴത്തിലുള്ളതായ ചിന്തകളും സന്ദേശങ്ങളും ആസ്വാദക മനസ്സുകളിലും സമൂഹത്തിലും ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ പര്യാപ്തമാണ്. അപ്രകാരം പരിമളം വരുത്തുന്ന കലാസൃഷ്ടികൾ ഇതിന്റെ അനിവാര്യതയായിരിക്കുമ്പോൾ വൈരാഗ്യവും ചേരിതിരിവുകളും പ്രോത്സാഹിപ്പിക്കുന്ന സൃഷ്ടികൾ വെല്ലുവിളികളാകുന്നത് നാം വിസ്തരിച്ചുകൂടാ. ഒരു സിനിമ തുടങ്ങുക എന്ന് പറയുന്നത് തന്നെ ഒരുപാട് സ്വപ്നങ്ങളുടെ തുടക്കമാണ്. ഈ സിനിമയുടെ പ്രൊജക്റ്റിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു സന്ദേശം അത് വീടുകളിൽ തുടങ്ങി വിദ്യാലയങ്ങളിൽ, വിദ്യാർത്ഥികളിൽ, അധ്യാപകരിലൂടെ, സമൂഹത്തിലൂടെ ഈ തലമുറയ്ക്ക് വരും തലമുറയ്ക്ക് മാന്യമായി ജീവിക്കുന്നതിനുള്ള ഒരു സന്ദേശം ആണ് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം. ആ സന്ദേശമാണ് കല്യാണമരം എന്ന സിനിമയുടെ പേരിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഈ സ്വപ്നത്തിന് സാക്ഷാത്കാരം നേതൃത്വം നൽകുന്ന ഈ ചിത്രത്തിൽ സംവിധായകൻ രാജേഷ് അരമനയുടെ ഏതാണ്ട് 5ാമത്തെ 6ാമത്തെ പ്രൊജക്റ്റാണ്. 2 ചിത്രങ്ങൾ അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ എഴുത്തുകാരൻ, ക്യാമറമാൻ, ടെക്നീഷ്യന്മാർ, നടീനടന്മാർ, ഇതിന്റെ എല്ലാ ഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ അവരുടെ പ്രതിഭയും കഴിവുമാണ് ഈ ചിത്രത്തിന്റെ ആത്മാവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദീപം തെളിയിക്കുന്നത് പ്രകാശത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകമാണ്. So I request the following dignitaries to come forward to light the lamp. Our producer Saji K. Elias with his wife Mrs. Joy Saji and also with his mother Mrs. Sarama Yamana, and our director Mr. Rajesh Amanagala. Let's put your hands together and join with us. ഇതൊരു വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. ഈ നൂറ്റാണ്ടിന്റെ മീഡിയം എന്ന് പറയുന്നത് സിനിമയാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സിനിമ. എല്ലാ സിനിമയിലും ഒരു മെസ്സേജ് ഉണ്ടാവും. തീർച്ചയായിട്ടും നല്ല ഒരു മെസ്സേജ് നൽകാൻ ഈ സിനിമയ്ക്കാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന, എൻ്റെ ആശംസ. നിങ്ങൾ കേട്ടാണെങ്കിൽ ചിലപ്പോൾ 12th ഫെയിൽഡ് എന്നൊരു സിനിമ ഉണ്ടായിരുന്നു, കഴിഞ്ഞിടക്ക് ഭയങ്കര ഹിന്ദി സിനിമയാണ്. അതുവരെ UPSC എക്സാമിൽ എഴുതാനായിട്ട് ഒരു 7 ലക്ഷം പേര് 6-7 ലക്ഷം പേരാണ് ശരാശരി എഴുതിയിരുന്നത്. ഈ 12th ഫെയിൽഡ് സിനിമ വന്നതിന് ശേഷം ഇപ്പോൾ 12-13 ലക്ഷം പിള്ളേരാണ് UPSC എക്സാം എഴുതുന്നത്. അത്രയ്ക്ക് സ്വാധീനിക്കാൻ ഒരു വർഷവും 6-7 ലക്ഷം പേര് അഡീഷണൽ ആയിട്ട് UPSC എക്സാം എഴുതാൻ സ്വാധീനം ചെലുത്താൻ ആ സിനിമയ്ക്ക് സാധിക്കുന്നതാണ്. അത്രയ്ക്ക് യുവജനങ്ങളെ, സമൂഹത്തെ ആകെ സ്വാധീനിക്കാൻ ശക്തിയുള്ള ഒരു മീഡിയയാണ്, ഒരു പ്ലാറ്റ്ഫോമാണ് സിനിമ. ഏറ്റവും ആദ്യം പബ്ലിക്കിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും സിനിമയിലൂടെയാണ്. അങ്ങനെ നല്ല മെസ്സേജ്, നല്ല സിനിമയാവാൻ ഇതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥനയാണ്, ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സജിക്ക് എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിനും എന്നെ സ്മരിച്ചതിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. നന്ദി, നമസ്കാരം. ഓരോ സിനിമയും ഓരോ സ്വപ്നമാണ്. അത് അതിൻ്റെ സംവിധായകൻ്റെയും അതിൻ്റെ നിർമ്മാതാവിൻ്റെയും അതിൽ അഭിനയിക്കുന്നവരൊക്കെ ഒരു വലിയ സ്വപ്നമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ സ്വപ്നത്തിലേക്കുള്ളൊരു യാത്ര എന്നിവിടെ തുടങ്ങി. ഒരു വലിയ അനുഗ്രഹത്തോടെയാണ് തുടങ്ങിയിരിക്കുന്നത്. എനിക്ക് വ്യക്തിപരമായി ഇതിൽ ഏറ്റവും വലിയ സന്തോഷം ഇതിൽ ആദ്യം കാണുന്ന പേരാണ് ദേവനന്ദ. കാരണം ഞാൻ കുറേ നാൾ മുന്നേ ഒരു വലിയ സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നം ഞങ്ങൾ സാധിച്ചപ്പോൾ മാളികപ്പുറം ഒരു സിനിമ സംഭവിച്ചു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരു സിനിമയിലെ ഹീറോയ്ക്ക് മുകളിൽ ഒരു ബാലതാരത്തിന് കേരളം മുഴുവൻ അക്സെപ്റ്റൻസ് കിട്ടുന്ന രണ്ട് സിനിമയായിരുന്നു മാളികപ്പുറം. തീർച്ചയായും കുറേ നാള് ആളുകൾ എൻ്റെ മകളാണ് ദേവനന്ദ കേൾക്കുന്ന എല്ലാ പരിപാടിക്കും ദൈവം ഞാൻ ഒരുമിച്ചായിരുന്നു. അപ്പം അതിൻ്റെ മകൾ തന്നെയാണ് അവൾ. അപ്പം അവള് കേന്ദ്ര കഥാപാത്രമാവുന്ന ഒരു സിനിമയുടെ പൂജാനുള്ളത് എന്നെ സംബന്ധിച്ചൊരു വലിയ ഭയങ്കര സന്തോഷമാണ് കാണുമ്പോൾ. കാരണം 3-4 വർഷവും ഇതിൻ്റെ ഒരു വളർച്ചയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ഒരു വലിയ വിജയമാവട്ടെ, ഒരു നന്മയുള്ള സിനിമയാവട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. മാളികപ്പുറം കഴിഞ്ഞപ്പം നമുക്കറിയാം ശബരിമലയിലേക്ക് ഒരുപാട് കുട്ടികളുടെ എണ്ണം കൂടി നമ്മൾ ശബരിമല അടുത്ത വർഷം തൊടാൻ പോകുന്നത്. ഈ സിനിമയ്ക്ക് ഒരു വലിയ മെസ്സേജ് സൊസൈറ്റിയിൽ കിട്ടട്ടെ. ഇതിൻ്റെ പിന്നിലും മുന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. അപ്പം ധ്യാനം എത്തിയിട്ടില്ല. അപ്പം സ്വന്തം നാട്ടിൽ ഒരു പൂജ നടത്തിയിട്ട് നമ്മളെ കാണാൻ പറ്റുന്നില്ല എന്നുള്ള വിഷയമാണ് ഈ പറയുന്നത്. ഈ സിനിമയിലുള്ള എല്ലാവർക്കും ഇതൊരു വലിയ വിജയത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു. എൻ്റെ സിനിമകൾ എല്ലാം ദേശീയ ചിന്തകളുള്ള സിനിമകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും കാർഗിൽ വാർ. ഇന്ത്യയുടെ അഭിമാനം കാക്കാൻ വേണ്ടി നെഞ്ചു നിവർത്തി വെടിയേറ്റ് മരിച്ച ഭാരതത്തിലെ പട്ടാളക്കാർ ജയിച്ചു വരുമ്പോൾ ഭാരത് മാതയ്ക്ക് ജയ് വിളിച്ചുകൊണ്ട്, മരിച്ചു വരുമ്പോഴും ഭാരത് മാതയ്ക്ക് ജയ് എന്ന് വിളിച്ചുകൊണ്ട് മരിച്ചു വീണ നിരവധി പട്ടാളക്കാരിൽ ഒരാളായിരുന്നു നമ്മുടെ തൃപ്പൂണിത്തുറയുള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കേണൽ. അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. എനിക്ക് സഹിക്കാൻ സാധിച്ചില്ല. കാരണം ഏറ്റവും പെട്ടു தெரியாത്ത 2 പിഞ്ചു കുട്ടികൾ, തൻ്റെ അച്ഛൻ മരിച്ചത് ഈ നാടിന് വേണ്ടിയാണ് അറിഞ്ഞുകൂടാത്ത 2 കുട്ടികൾ. അവർ വാവിട്ട് നിലവിളിക്കുന്നു, അമ്മയെ അച്ഛൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ച് കരയുന്നു. അച്ഛൻ തിരിച്ചു വരും എന്ന് പറയുന്ന ഒരു അമ്മ. അതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ സിനിമയായിരുന്നു എൻ്റെ വാർ ആൻഡ് ലവ് എന്നുള്ള സിനിമ. കാർഗിൽ വാർ എന്ന സ്റ്റോറി പ്രഭു സാറിന് ദിലീപ് ഇന്ദിരജനൊക്കെ നടിച്ചൊരു നല്ലൊരു ഹിറ്റ് സിനിമയായിരുന്നു വാർ ആൻഡ് ലവ് എന്നുള്ള സിനിമ. അപ്പോൾ അന്നത്തെ ആശയം ഭാരത് മാതാക്ക് ജയ് എന്നുള്ള ആശയമായിരുന്നു. അതായിരുന്നു കാർഗിൽ വിജയത്തിൻ്റെ ഒരു വെന്നിപ്പൊടി പാലിച്ച ഒരു സിനിമ എന്നെനിക്ക് തോന്നുന്നു. കാർഗിലിൽ മരിച്ചുപോയ പട്ടാളക്കാരുടെ വിധവകൾക്ക് അതിൻ്റെ പ്രോഫിറ്റ് ഞാൻ നമ്മുടെ എറണാകുളം അബാദ് പ്ലാസയിൽ വെച്ചിരുന്ന ഒരു പരിപാടി വെച്ച് അന്നത്തെ മന്ത്രി കെ.വി. തോമസ് ആയിരുന്നു ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. സാമ്പത്തിക വിതരണം നടത്തിയിരുന്നു. താല്പര്യമുള്ള ഒരു മേഖലയല്ല. Thank you for giving me the role and thank you for the opportunity. എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ പുതിയ സിനിമ ഇവിടെ പൂജ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കല്യാണ മരം എന്നാണ് സിനിമയുടെ പേര്. ഓരോ മരത്തിനും ഓരോ കഥ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മരത്തിൻ്റെ കഥയാണ് നമ്മൾ ഈ സിനിമയിലൂടെ കാണുന്നത്. അപ്പോൾ ഒത്തിരി എക്സൈറ്റഡ് ആണ് ഈ മൂവിയുടെ ഭാഗമാകാൻ. ഒത്തിരി സീനിയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ സ്റ്റേജ് പങ്കിടാൻ കഴിഞ്ഞതിലും ഒത്തിരി സന്തോഷമുണ്ട്. ഇവിടെ വന്ന് ഞങ്ങളുടെ പുതിയ സിനിമയ്ക്ക് വേണ്ടി എല്ലാ ആശംസകളും തരുന്ന എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയുകയാണ്. എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ട ആൾക്കാരെ ഇവിടെയുണ്ട്. അവരെല്ലാവരെയും കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ വീട്ടിലെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളുടെ സിനിമ തീരുന്ന വരെ, റിലീസ് ആകുന്ന വരെ വേണമെന്ന് പറയുന്നു. നിങ്ങളെല്ലാവരും വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും സപ്പോർട്ട് വേണം, അനുഗ്രഹവും വേണം. താങ്ക് യു.